വിശാലമായ ദക്ഷിണാഫ്രിക്കൻ പുൽമേടുകളിൽ വിവിധയിനം മൃഗങ്ങൾ ഒത്തൊരുമയോടെ ജീവിക്കുന്നു, സൂര്യരശ്മിയിൽ ആസ്വദിക്കുകയും ഭൂപ്രദേശം ഉപയോഗിക്കുകയും ചെയ്യുന്നു, അതേസമയം ഇരപിടിയന്മാരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നു. പുലർച്ചെ വിരിയവേ ഒരു ചീത്തപ്പുലി അമ്മ തന്റെ നവജാത ശിശുക്കളെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുന്നു. വിദൂരതയിൽ ഒരു സിംഹം ഒളിഞ്ഞുവരുന്നത് അവൾ അറിയുന്നില്ല, ഇത് അവളുടെ സംരക്ഷണ ബോധത്തെ ഉണർത്തുന്നു. പിതാവുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് 12-കാരനായ സാൻ പിതാവ് പീറ്ററിന്റെ പോർഷയിൽ ഒരു യാത്രയ്ക്ക് ഒപ്പം കൂടുന്നു. സന്തോഷകരമായ ഒരു യാത്രയ്ക്ക് ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു ചീത്തക്കുട്ടിയെ ഇടിക്കാനൊരുങ്ങി. കുട്ടിക്ക് പരിക്കില്ലെന്ന് അറിഞ്ഞതിൽ അതിയായ സന്തോഷത്തോടെ അച്ഛനും മകനും വേഗം കാറിൽ നിന്ന് ഇറങ്ങി അവനെ പരിശോധിക്കാൻ ധൃതിപ്പെടുന്നു. ചുരുങ്ങിയ തിരച്ചിലിനു ശേഷം അവർ കുഞ്ഞിന്റെ കരച്ചിൽ പിന്തുടർന്ന് അവനെ ഭയന്നു വിറച്ചു നിൽക്കുന്നതായി കണ്ടെത്തി. ചെറിയ കുഞ്ഞിനോടുള്ള ദയ കാരണം അവർ അതിന്റെ അമ്മയെ തിരയാൻ തുടങ്ങി, പക്ഷേ അവർക്ക് ഭാഗ്യമുണ്ടായില്ല. മറ്റൊരു വഴിയില്ലാത്തതിനാൽ അവർ കുഞ്ഞിനെ റാഞ്ചിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. അവിടെ റാഞ്ചിന്റെ ഉടമസ്ഥയായ ക്രിസ്റ്റിൻ അവനെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. സാൻ ഒരു ചെറിയ കൊട്ട വാങ്ങുന്നു, അതേസമയം പീറ്റർ ജീവിക്കുവേണ്ടി കുറച്ച് പാൽ ഒരു ചെറിയ കുപ്പിയിൽ തയ്യാറാക്കുന്നു. ഏതാണ്ട് ഉടൻ തന്നെ സാൻ കുഞ്ഞി പൂച്ചക്കുട്ടിയുമായി പ്രണയത്തിലാവുകയും അവനെ ദത്തെടുക്കാൻ അവന്റെ മാതാപിതാക്കളുടെ സമ്മതം നേടുകയും ചെയ്യുന്നു. തന്റെ പുതിയ കൂട്ടുകാരന്റെ രോമക്കുപ്പായത്തിലെ കറുത്ത വരകൾ കണ്ടപ്പോൾ അവൻ ഒരു ചീത്തയാണെന്ന് സാൻ ആകാംക്ഷയോടെ തന്റെ കുടുംബത്തോട് വിളിച്ചു പറഞ്ഞു. ചീത്തപ്പുലിയുടെ ശ്രദ്ധേയമായ വേഗത ഉൾപ്പെടെയുള്ള അതിന്റെ ആകർഷകമായ സവിശേഷതകളെക്കുറിച്ച് സാൻ ആവേശത്തോടെ വിശദീകരിക്കുമ്പോൾ കുഞ്ഞിനെ താൽക്കാലികമായി മാത്രമേ പരിചരിക്കാൻ കഴിയൂ എന്നും അതിനെ കാട്ടിലേക്ക് വിട്ടേക്കാനുള്ള സമയം അടുത്തുവരികയാണെന്നും പീറ്റർ ആ കുട്ടിയോട് ശ്രദ്ധയോടെ വിശദീകരിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ കുട്ടി തന്റെ ദത്തെടുത്ത കുടുംബവുമായി പൊരുത്തപ്പെടുകയും അമ്മയെ നഷ്ടപ്പെട്ടതിനുശേഷം സുരക്ഷിതത്വബോധം അനുഭവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അദ്ദേഹം തന്റെ കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു, പ്രത്യേകിച്ചും സാൻ അദ്ദേഹത്തെ കളിയായി കിടക്കയിലേക്ക് ക്ഷണിക്കുകയും പുതിയ കൂട്ടുകാരനുമായി ഒട്ടിച്ചേർന്ന് കിടക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ടതാണ്. സാനിന്റെ സ്നേഹനിർഭരമായ പരിചരണം കുഞ്ഞിന് അവരെ പൂർണ്ണമായി വിശ്വസിക്കാൻ അനുവദിക്കുന്നു, അവനെ കുടുംബത്തിൽ ലയിപ്പിക്കുകയും അവൻ എല്ലാ ചിത്രത്തിലുമുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. അവൻ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. കുഞ്ഞിന്റെ ഉടമസ്ഥാവകാശം ഉറപ്പിക്കുന്നതിനായി സാൻ അവൻ പേരിടാൻ തീരുമാനിക്കുന്നു, അതിനായി പല പേരുകളും പരീക്ഷിക്കുന്നു. കുടുംബ പാരമ്പര്യമനുസരിച്ച് പേർ സ്വീകരിക്കുന്നത് കുഞ്ഞിന്റെ ഔദ്യോഗിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന്റെ സൂചനയാണ്. ധൂമ കൃഷിയിടത്തിലെ ജീവിതവുമായി ഇറുകിച്ചേരുന്നു, കുടുംബാംഗങ്ങളോടൊപ്പം ദൈനംദിന ജോലികളിൽ പങ്കുചേരുകയും സ്വത്ത് സംരക്ഷിക്കുകയും ചെയ്യുന്നു. വരും ആഴ്ചകളിൽ ധ്യൂമ അതിവേഗം വളരുകയും അതിമനോഹരമായ ഒരു യുവ ചീത്തയായി മാറുകയും ചെയ്യുന്നു. വീട്ടുജോലികൾക്കിടയിൽ ക്രിസ്റ്റിൻ പൂമുഖത്തിരുന്ന് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു. പീറ്ററും സാനും ധ്യൂമയുടെ സംരക്ഷണയിൽ കൃഷിയിലും കളികളിലുമായി സമയം ചെലവഴിക്കുന്നു. ഒരു ഉച്ചകഴിഞ്ഞ് പീറ്റർ തന്റെ വിലമതിക്കുന്ന മോട്ടോർ സൈക്കിളിന്റെ സങ്കീർണമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായി സാനിന് വിശദീകരിക്കുന്നു. അവൻ കാര്യമായ ഗ്രാഹ്യം ഉറപ്പാക്കുന്നു. അന്നേ ദിവസം പിന്നീട് ധ്യൂമയ്ക്കുവേണ്ടി ഒരു മനോഹരമായ മരവീട് ഉണ്ടാക്കാൻ ഇരുവരും സമയം കണ്ടെത്തുന്നു. അതിവേഗത്തിലുള്ള വളർച്ച കാരണം ധ്യൂമയ്ക്ക് ഇനി സാനുമായി ഒരേ കട്ടിലിൽ കിടക്കാൻ കഴിയില്ല. ധ്യൂമയെ മെരുക്കുന്നതിലൂടെ അവളുടെ മൂർച്ച നഷ്ടപ്പെടാതിരിക്കാൻ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പീറ്റർ തന്റെ മോട്ടോർ സൈക്കിൾ ഉപയോഗിച്ച് അവളുടെ വേഗത വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. അവൻ സൈഡ്കാറിൽ സഞ്ചരിക്കുമ്പോൾ കൃഷിയിടത്തിലെ വഴികൾ കണ്ടെത്താൻ വേണ്ടി സാനെ നിയമിക്കുന്നു. ലക്ഷ്യസ്ഥാനത്തേക്ക് പിന്തുടർന്ന് പോകാനും വേഗത നിലനിർത്താനും ധ്യൂമയുടെ കഴിവ് ഉറപ്പുവരുത്തി അതിന് നിർദ്ദേശങ്ങൾ നൽകുന്നു. സാനും ധ്യൂമായുമുള്ള ഫുട്ബോൾ മത്സരത്തിനിടെ ഒരു ദിവസം രാവിലെ സാന്റെ അച്ഛൻ ട്രാക്ടറിൽ നിന്ന് വീഴുന്നത് അവൻ കാണുന്നു. ഉടൻ തന്നെ അവനും ധ്യൂമയും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു. പീറ്റർ അടുത്ത കുറച്ച് ദിവസത്തേക്ക് ആശുപത്രിയിൽ സുഖം പ്രാപിക്കുമ്പോൾ ക്രിസ്റ്റിനും സാനും കൃഷിയിടം പരിപാലിക്കുന്നു. എല്ലാവർക്കും ആശ്വാസമായി പീറ്ററിനെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മോചിപ്പിക്കുകയും അവൻ സന്തോഷത്തോടെ തന്റെ പ്രിയപ്പെട്ട കുടുംബവുമായി ഒത്തുചേരുകയും ചെയ്തു. അരാജകത്വം ശമിച്ച ശേഷം ക്രിസ്റ്റിൻ സാനിന് പ്രായത്തിന് അനുയോജ്യമായ എല്ലാ പാഠഭാഗങ്ങളും ഉൾക്കൊള്ളുന്നുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഹോം സ്കൂളിംഗ് പുനരാരംഭിക്കുന്നു. പീറ്റർ ശക്തമായ തിരിച്ചുവരവ് നടത്തുകയാണ്, പെട്ടെന്ന് തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിയെത്തുകയും കൃഷിപരമായ ഉത്തരവാദിത്തങ്ങളിലേക്ക് തിരികെ പ്രവേശിക്കുകയും ചെയ്യുന്നു. ഒരു പൂർണ്ണ വളർച്ചയെത്തിയ മൃഗമെന്ന നിലയിൽ ധ്യൂമയുടെ ഭാവിയെക്കുറിച്ച് വിപുലമായ ആലോചനകൾക്ക് ശേഷം ധ്യൂമയെ ദീർഘകാലം തടങ്കലിൽ വെക്കുന്നത് കാട്ടിലേക്ക് ഇണങ്ങാനുള്ള അതിന്റെ കഴിവിനെ തടസ്സപ്പെടുത്തുമെന്ന ആശങ്ക പീറ്റർ സാനിനോട് പങ്കുവയ്ക്കുകയും അവനെ കാട്ടിലേക്ക് തിരിച്ചേക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. നിരാശയോടെ പീറ്റർ തന്റെ മകനോട് തന്റെ പദ്ധതി വിശദീകരിച്ചു. മാസങ്ങൾക്ക് മുമ്പ് ധ്യൂമയെ കണ്ടെത്തിയ സ്ഥലം അവൻ ഒരു ഭൂപടത്തിൽ അടയാളപ്പെടുത്തി. ധ്യൂമയുടെ യഥാർത്ഥ വീട് തൊട്ടടുത്തുള്ള മലനിരകളിലാണെന്ന് അവൻ വിശ്വസിച്ചു. പീറ്റർ തന്റെ മകനും ധ്യൂമക്കുമൊപ്പം അവസാനമായി ഒരു മീൻപിടുത്തത്തിനും ക്യാമ്പിംഗിനുമുള്ള സാഹസിക യാത്ര നിർദ്ദേശിച്ചുകൊണ്ട് തന്റെ പ്രൊപ്പോസൽ അവസാനിപ്പിക്കുന്നു. ഒടുവിൽ അവർ തങ്ങളുടെ പ്രിയപ്പെട്ട ചീത്തപ്പുലിയെ അതിന്റെ സ്വാഭാവിക ആവാസ് വ്യവസ്ഥയിലേക്ക് തിരികെ എത്തിക്കുന്നു. ധ്യൂമയെ മെരുക്കാൻ സാധിക്കുമെന്ന് വാദിച്ച് പിതാവിന്റെ അഭിപ്രായം മാറ്റാനുള്ള സാന്റെ ശ്രമങ്ങൾ വിഫലമായി. എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ പീറ്ററിന്റെ ആരോഗ്യം അതിവേഗം മോശമാകുന്നതിനാൽ എല്ലാ പദ്ധതികളും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. അസുഖത്തെ തുടർന്നുണ്ടായ ചെറിയ പോരാട്ടത്തിനു ശേഷം പീറ്റർ ഒരു ദുഃഖകരമായ രാത്രിയിൽ അന്തരിച്ചു. തന്റെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനുവേണ്ടി സാൻ എല്ലാ രാത്രിയിലും ധ്യൂമയെ വീട്ടിലേക്ക് കൊണ്ടുവരികയും അവനോടൊപ്പം ഉറങ്ങുകയും ചെയ്യുന്നു. ഇത് അവനൊരു ശാന്തമായ അനുഭൂതി നൽകുന്നു. ഈ ദുരന്തത്തിന്റെ വിനാശകരമായ സ്വഭാവം ആ ബാലന്റെ ബുദ്ധിക്ക് അതീതമാണ്, കാരണം അവൻ തന്റെ സ്നേഹനിധിയായ പിതാവിനെ അഗാധമായി ആരാധിക്കുകയും മാതൃകയാക്കുകയും ചെയ്തിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പീറ്ററിന്റെ ശവസംസ്കാരം നടക്കുന്നു. സാൻ യാന്ത്രികമായി അതിലൂടെ കടന്നുപോകുന്നു. ദുരന്തത്തിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിയാതെയും സംഭവിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ വയ്യാതെയും അവൻ നീങ്ങുന്നു. ദുഃഖം താങ്ങാനാവാതെ സാൻ തളർന്നിരിക്കുന്നു. ഡുമയുടെ നിശബ്ദമായ കൂട്ടുകെട്ടിൽ ആശ്വാസം കണ്ടെത്തി അവൻ ഫാമിൽ ഒതുങ്ങിക്കൂടുന്നു.
കുറച്ച് ആഴ്ചകൾക്ക് ശേഷം സാന്റെ നിരാശയ്ക്ക് കാരണമായി ക്രിസ്റ്റിൻ അവരുടെ കൃഷിയിടം വാടകയ്ക്ക് കൊടുത്ത് നഗരത്തിലേക്ക് താമസം മാറേണ്ടി വരുമെന്ന് അറിയിക്കുന്നു. അവിടെ തനിക്ക് ജോലി കിട്ടുമെന്നും അതുവഴി അവർക്ക് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കാമെന്നും അവൾ വിശ്വസിക്കുന്നു. ദുഃഖിതയായ അമ്മ അനുയോജ്യമായ പ്രകൃതി സംരക്ഷണ കേന്ദ്രം തേടുന്നതുവരെ തന്റെ സഹോദരി ഗ്വെനിനോടൊപ്പം താമസിക്കാനുള്ള ഏർപ്പാടുകളെക്കുറിച്ച് വിവരിച്ചു. ഡ്യൂമയെ അവന്റെ സഹജവാസനകളോട് കൂടുതൽ അടുത്ത ജീവിതം നയിക്കാൻ അനുവദിക്കുന്നതിനും നഗരവിഭവങ്ങളുടെ മേലുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നതിനും കുടുംബത്തെ പോറ്റാനുള്ള അത്യാവശ്യം കാരണം ക്രിസ്റ്റിൻ സാന്റെ എതിർപ്പുകളെ അവഗണിച്ച് തന്റെ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നു. തൽഫലമായി അവളും മകനും ഡ്യൂമയും ഒരുമിച്ച് നഗരത്തിലേക്ക് യാത്ര ചെയ്യുന്നു. എത്തിയ ഉടൻ ഗ്വെൻ മൂന്നുപേരെയും അഭിവാദ്യം ചെയ്യുന്നു. കാട്ടുപൂച്ചയെക്കുറിച്ചുള്ള അവളുടെ ഭയം വ്യക്തമായിരുന്നു. അതിനെ കൂട്ടിക്കൊണ്ടുപോകാനായി അവൾ വേഗം വന്യജീവി സംരക്ഷണ കേന്ദ്രവുമായി ബന്ധപ്പെട്ടു. സാൻ അടുത്തുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്നു. അതേസമയം ക്രിസ്റ്റൻ ഒരു ജോലി നേടിയിട്ടുണ്ട്. തന്റെ ജീവിതത്തിലെ അനിയന്ത്രിതമായ മാറ്റങ്ങളുമായി ആ ബാലൻ മല്ലിടുമ്പോൾ ക്രിസ്റ്റനും സാനും തമ്മിലുള്ള ഉരസൽ ഓരോ ദിവസവും വർദ്ധിക്കുന്നു. ഇത് താങ്ങാനാവാതെ അവൻ ഉള്ളിലെ പം അമ്മയോട് തീർക്കുന്നു. ഒരു ഉച്ചകഴിഞ്ഞ് ക്രിസ്റ്റനും സാനും മറ്റെവിടെയോ തിരക്കിലായിരിക്കുമ്പോൾ ഗ്വെൻ സ്വയം ഡ്യൂമയോടൊപ്പം ഒറ്റയ്ക്കാണെന്ന് കണ്ടെത്തുകയും പെട്ടെന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു. അകലെ നിന്ന് ജാഗ്രതയുള്ള ഡ്യൂമ ടിവി റിമോട്ട് കൈക്കലാക്കുകയും അറിയാതെ ടെലിവിഷൻ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. പരിഭ്രാന്തനായ അവൻ ആ വിചിത്രമായ വീട്ടിലൂടെ പാഞ്ഞുപോകുമ്പോൾ അറിയാതെ ഗ്വെൻ ഭയന്ന് ഓടിപ്പോകാൻ അത് കാരണമാകുന്നു. ഡ്യൂമയ്ക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അമിതമായ ഉത്കണ്ഠയുണ്ട്. അതിനുശേഷം ഉടമയുടെ പിന്നാലെ കൂടുകയും ചെയ്യുന്നു. ജനലിലൂടെ തന്റെ വളർത്തുമൃഗത്തെ കണ്ട സാൻ ക്ലാസ്സിൽ നിന്ന് പോകാൻ അനുവാദം ചോദിക്കുകയും സ്കൂളിൽ അതിനെ തിരയാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഓടുന്ന ആ കുട്ടിയെ കണ്ടപ്പോൾ ഒരു കൂട്ടം ഗുണ്ടകൾ അവനെ പിന്തുടർന്ന് ശുചിമുറിയിൽ കയറ്റി അവിടെ അവനെ കുടുക്കിയിട്ട് അവന്റെ സാധനങ്ങൾ തട്ടിയെടുക്കുന്നു. അവയിൽ അവന്റെ അച്ഛൻ സമ്മാനിച്ച ഒരു ഭൂപടവും ഉണ്ടായിരുന്നു. കൂടാതെ അവനെ ശാരീരികമായി ഉപദ്രവിക്കുകയും ഗുരുതരമായ ഭീഷണികൾ മുഴക്കുകയും ചെയ്യുന്നു. അകലെ നിന്ന് തന്റെ യജമാനന്റെ സംഭാഷണം വീക്ഷിച്ച ശേഷം ദുമായി പെട്ടെന്ന് ഇടപെട്ട് ബാത്റൂമിൽ നിന്ന് പോകുന്നതിനു മുമ്പ് എല്ലാവരെയും നിശബ്ദരാക്കുന്നു. സാൻ ഡ്യൂമയെ സ്കൂളിലൂടെ പിന്തുടരുന്നു. അവിടെ പൊട്ടിപ്പുറപ്പെടുന്ന കലാപം കണ്ട് സ്തബ്ധനാകുന്നു. രക്ഷപ്പെട്ട വിദേശ മൃഗത്തെ പിടികൂടാനും പ്രദേശം സുരക്ഷിതമാക്കാനും പോലീസ് സ്ഥലത്തുണ്ട്. അവർ അതിയായി ശ്രമിക്കുന്നു. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ക്രിസ്റ്റിൻ സാനെ കൂട്ടിക്കൊണ്ടുപോകാനായി സ്കൂളിലെത്തുന്നു. അവിടെയുള്ള ബഹളം കണ്ട് അമ്പരന്ന അവൾ താമസിയാതെ അതിന്റെ കാരണം കണ്ടെത്തുകയും അത് അവളുടെ ഭയം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ദുമയുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആസന്നമായ ഭീഷണി കണക്കിലെടുത്ത് സാൻ തന്റെ അന്തരിച്ച പിതാവിന്റെ ദർശനം നടപ്പാക്കാൻ തീരുമാനിക്കുന്നു. ദുമയെ അവന്റെ ജന്മദേശത്തേക്ക് മാറ്റുക, മനുഷ്യരുടെ ദുരുപയോഗത്തിൽ നിന്ന് അകലെ അവന്റെ വർഗ്ഗങ്ങൾക്കിടയിൽ അവൻ അഭയം നൽകുക. ഡൂമയുടെ സുഖത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സാൻ തന്റെ അടുത്ത സുഹൃത്തിനെ സ്കൂളിൽ നിന്ന് സൂക്ഷ്മമായി നയിക്കുന്നു. എല്ലാം ഗ്രഹിക്കാനും തുടർന്നുള്ള അവന്റെ പ്രവർത്തനം നിർണ്ണയിക്കാനും ശ്രമിക്കുന്നു. സ്കൂളിനുള്ളിൽ ഭയന്നുവിറച്ചു നിന്ന ഡ്യൂമയെ കാണാതെ വിഷമിച്ച സാൻ പിന്നീട് അവനെ കളിസ്ഥലത്ത് ഒളിഞ്ഞിരിക്കുന്നത് കണ്ടെത്തി. അമ്മ വിഷമിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് സാൻ തന്റെ കാര്യമെന്തെന്ന് ഒരു കുറിപ്പായി എഴുതിവെച്ച് പീറ്ററിന്റെ പഴയ മോട്ടോർ സൈക്കിൾ ഉൾപ്പെടെയുള്ള ചില സാധനങ്ങൾ എടുക്കാൻ ഗ്വെന്റെ വീട്ടിലേക്ക് പതുക്കെ പോയി. ഡുമയുടെ വിട്ടുവീഴ്ചയില്ലാത്ത പിന്തുടർച്ചയിൽ നിന്ന് രക്ഷതേടി സാൻ രക്ഷപ്പെടലിന് മുൻഗണന നൽകി. നൂറ്റാണ്ടുകളായി മനുഷ്യവാസമില്ലാത്ത ഒരിടത്തേക്ക് മണിക്കൂറുകളോളം സമാധാനപരമായി വണ്ടിയോടിച്ചതിനുശേഷം യാത്രയുടെ വ്യക്തതയ്ക്കായി സാൻ തന്റെ പിതാവിന്റെ ഭൂപടം പരിശോധിക്കാൻ ഒന്നു നിർത്തി. മാപ്പ് സൂക്ഷ്മമായി പരിശോധിച്ചതിനുശേഷം പീറ്റർ ഡ്യൂമയുടെ ആവാസസ്ഥലത്തേക്കുള്ള യാത്രയ്ക്കായി ഉപ്പാറങ്ങൾ കടന്നും ഒഗാവങ്കോ ഡെൽറ്റയിലൂടെയും ഒടുവിൽ മലനിരകളിലേക്കും പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് സാൻ കണ്ടെത്തി. വീട്ടിലെത്തിയ ക്രിസ്റ്റൻ സാനിന്റെ യാത്രാമൊഴി കത്ത് കണ്ടെത്തി ദുഃഖിതയായി. മൈലുകളോളം വിജനമായ മരുഭൂമിയിൽ പീറ്ററിന്റെ മോട്ടോർ സൈക്കിൾ ശബ്ദമുണ്ടാക്കി നിർത്തുന്നു. അത് അവനെ അവിടെ കുടുക്കിക്കളയുന്നു. ദുമ ജാഗ്രതയോടെ സാനിനെ നിരീക്ഷിക്കുന്നു. അവർ കഠിനമായ ഭൂപ്രകൃതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവളോടൊപ്പം അടുത്ത് തന്നെ ഉണ്ടാകുന്നു. മറ്റൊരു ജീവന്റെ ലാഞ്ചന പോലുമില്ലാത്ത വരണ്ട മരുഭൂമിയിലൂടെ അവർ മണിക്കൂറുകളോളം കഷ്ടപ്പെട്ട് നടക്കുന്നു. തളർന്ന ജോഡികൾ നന്ദിയോടെ നിലംപറ്റിയ വിമാനത്തിന്റെ തനം തേടുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ആദ്യത്തെ വിശ്രമത്തിനായി അതിന്റെ ചിറകുകൾക്കടിയിൽ തളർന്നു വീഴുന്നു. സമീപത്ത് സാൻ മോട്ടോർ സൈക്കിൾ പാർക്ക് ചെയ്ത് വിശ്രമിക്കാൻ തണുത്ത തണൽ തേടുന്നു. ദുഃഖം മാറ്റാനും ആശ്വാസം നൽകാനും ഉത്സാഹത്തോടെ ഡ്യൂമ അവനോടൊപ്പം ചേരുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ദുമ ദൂരെയായി ഒരു ഗാലഗോയെ കണ്ടു. അവൻ കൗതുകത്തോടെ ആ ജീവിയെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. പക്ഷേ അകലം പാലിച്ചു. അധികം വൈകാതെ ബുഷ് ബേബിയെ പിന്തുടരുന്ന ഒരാളെ ദുമ കണ്ടു. തുടർന്ന് സാനിന് മുന്നറിയിപ്പ് നൽകാനായി അവൻ ശ്രദ്ധയോടെ അടുത്തേക്ക് ചെന്നു. ഡൂം പ്രതികരിക്കുന്നതിനു മുമ്പ് സാന്റെ എഞ്ചിൻ ശബ്ദമുണ്ടാക്കുന്നു. അത് അവനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നു. അവൻ ജാഗ്രതയോടെ പുറത്തിറങ്ങി എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുന്നു. പുറത്ത് കാർ സ്റ്റാർട്ട് ചെയ്യാൻ പാടുപെടുന്ന ഒരു വിചിത്ര മനുഷ്യൻ സാനെ അഭിവാദ്യം ചെയ്തു. സാന്റെ പടിഞ്ഞാറോട്ടുള്ള പാതയ്ക്ക് വിപരീതമായി അയാൾ തെക്കോട്ടുള്ള തന്റെ വഴി പെട്ടെന്ന് വെളിപ്പെടുത്തുന്നു. കൂടാതെ ഡ്യൂമയെ പരിചയപ്പെടുത്തിയപ്പോൾ അയാൾ ശരിക്കും അത്ഭുതപ്പെട്ടതായി തോന്നുന്നു. ഒരിടവേളയ്ക്ക് ശേഷം ആ മനുഷ്യൻ ജാഗ്രതയോടെ തന്റെ പേരെടുപ്പ് എന്ന് പറഞ്ഞു. സാനിനും ഡ്യൂമയ്ക്കും വെള്ളം കൊടുത്തു. ഒപ്പം തന്റെ ബുഷ് ബേബിയായ മാഷകയെയും പരിചയപ്പെടുത്തി. സംഭാഷണം ആഴത്തിലുള്ളതാവുകയും ഒരു അടുപ്പം രൂപപ്പെടുകയും ചെയ്യുമ്പോൾ 5 ദിവസത്തെ യാത്രാദൂരമുള്ള ഒരു വിദൂര നദിയെക്കുറിച്ച് റിപ്പ് യാദൃശ്ചികമായി പരാമർശിക്കുന്നു. കൂടാതെ അതിജീവനത്തിനായി ഒരു പ്രിയപ്പെട്ട മൃഗത്തെ കൊന്ന് ഭക്ഷിക്കേണ്ടിവരുന്ന ഭയാനകമായ ആവശ്യകതയെക്കുറിച്ചും സൂചിപ്പിക്കുന്നു. തകർന്ന വിമാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഫർണിച്ചറുകൾ സാൻ റിപ്പിന് സമ്മാനിക്കുന്നു. ഇത് അദ്ദേഹത്തിന് വിശ്രമിക്കാനും സുഖം പ്രാപിക്കാനും അനുവദിക്കുന്നു. അമിതമായ സമ്മർദ്ദത്തിൽ നിന്ന് ആശ്വാസം തേടി ക്രിസ്ത്യൻ ഫാമിലെ ശാന്തമായ സ്ഥലത്തേക്ക് പിൻവാങ്ങുന്നു. അവിടെ വച്ച് കാണാതായ കുട്ടികളുടെ പോസ്റ്റർ അവൾ രൂപകൽപ്പന ചെയ്യുന്നു. സാനും ദുമയുമുള്ള പോസ്റ്ററിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നവർ പങ്കുവയ്ക്കുന്നു.
പങ്കുവയ്ക്കണമെന്ന് അവൾ അഭ്യർത്ഥിക്കുന്നു. അന്ന് വൈകുന്നേരം മരുഭൂമിയിൽ തിരിച്ചെത്തിയ ശേഷം റിപ്പ് ഒരു തീ കൂട്ടിയിട്ട് ഇരുന്നു. തങ്ങളുടെ ദീർഘയാത്രയ്ക്ക് കാറ്റിനെ ഉപയോഗപ്പെടുത്താനുള്ള അതിമോഹമായ പുതിയ പദ്ധതിയെക്കുറിച്ച് ബർഹയോഥോദഗോടെ വിജയ് വിശദീകരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. റിപ്പ് അടുത്ത പ്രഭാതം ഒരു മോട്ടോർ സൈക്കിൾ അറ്റാച്ച്മെന്റ് രൂപകൽപ്പന ചെയ്യുന്നതിൽ ചെലവഴിക്കുന്നു. അതേസമയം സാൻ വിമാനത്തിൽ നിന്ന് ഒരു പാരച്യൂട്ട് എടുക്കുന്നു. വിമാനം മോട്ടോർ സൈക്കിളിന്റെ അടുത്തു വീണു തകർന്നു. അതിനെ ഒരു മരുഭൂമി കപ്പലാക്കി മാറ്റാൻ അവൻ സ്വപ്നം കണ്ടു. ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയ ശേഷം സാൻ, റിപ്പ്, ദ്യൂമ, മഷാഗ എന്നിവർ ആ ശ്രദ്ധേയമായ ഉപകരണത്തിൽ കയറുകയും കാറ്റ് അതിനെ ഓടിക്കുന്നത് കണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്നു. സാൻ സ്റ്റിയറിംഗിൽ സഹായിക്കുന്നതിലൂടെ വാഹനം അതിവേഗം മുന്നോട്ട് കുതിക്കുന്നു. സമർത്ഥമായ മരുഭൂമി കപ്പൽ അവരുടെ യാത്രാഭാരം ഗണ്യമായി കുറയ്ക്കുന്നു. അതിനാൽ ഏറെക്കാലം കാത്തിരുന്ന ഒരു നീരുറ കണ്ടെത്തിയപ്പോൾ കമ്പനി സന്തോഷിക്കുന്നു. ക്ഷീണിതനായ ആ ബാലൻ റിപ്പ് നിലം കുറിക്കാൻ തുടങ്ങുന്നത് ശ്രദ്ധിക്കുന്നു. അവൻ സന്തോഷത്തോടെ ഒരു സ്വാഭാവിക നീരുറ കണ്ടെത്തുന്നതുവരെ അയാൾ നിരവധി മീറ്റർ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അതിനുശേഷം സാനും ദുമയും അവരുടെ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് ആലോചിക്കുന്നു. സാൻ ദുമയോട് അവരുടെ അത്താഴത്തിനായി ഒരു ഒട്ടകപ്പക്ഷിയെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. മറുവശത്ത് ദ്യൂമ ഒട്ടകപ്പക്ഷിയുടെ കൂട് കണ്ടെത്തുന്നു. കൂടാതെ സംഘം നിരവധി ഒട്ടകപ്പക്ഷി മുട്ടകൾ കുഴിച്ചെടുക്കുന്നു. അത് പിന്നീട് തീയിലിട്ട് പങ്കിടുന്നു. കമാൻഡിന് അനുസരിച്ച് ദ്യൂമ ഒട്ടകപ്പക്ഷിയുടെ പിന്നാലെ കുതിക്കുന്നു. എന്നിരുന്നാലും അതിനെ മറികടക്കാൻ അവൾക്ക് കഴിയുന്നില്ല. എങ്കിലും ഈ വാഗ്ദാനങ്ങളൊന്നും സാനിനെ ഒട്ടും സ്പർശിക്കുന്നില്ല. ദ്യൂമായുമായുള്ള സൗഹൃദം വിലമതിക്കാനാവാത്തതാണെന്നും ഏതെങ്കിലും ഭൗതിക പ്രതിഫലത്തേക്കാൾ വലുതാണെന്നും അദ്ദേഹം തീവ്രമായി പ്രഖ്യാപിക്കുന്നു. അന്ന് രാത്രി സിംഹങ്ങളിൽ നിന്നുള്ള ഏക രക്ഷാമാർഗം അതായിരിക്കുമെന്ന് ആ ബാലനെ ഉറപ്പിച്ചു പറഞ്ഞ് റിപ്പ് വീണ്ടും തീകൂട്ടി. അവർ പരിചയപ്പെടുമ്പോൾ സാൻ മരുഭൂമിയിലൂടെ തനിച്ചുള്ള യാത്രയിലാണെന്ന് മനസ്സിലാക്കിയ റിപ്പ് കുട്ടിയുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കപ്പെടുകയും കുറച്ചു ദൂരം അവനോടൊപ്പം പോകാമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. സാൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. പുലർച്ചെ ഉദിക്കുമ്പോൾ റിപ്പ് സാൽട്ട് പാൻസിലേക്ക് വഴി കാണിക്കുന്നു. അതേസമയം സാൻ യാത്ര ആരംഭിക്കുമ്പോൾ വേഗത നിലനിർത്താൻ ദ്യൂമയോട് പറയുന്നു. യാത്രയുടെ പകുതി ദൂരം പിന്നിട്ട സാൻ തന്റെ പടിഞ്ഞാറിനു പകരം വടക്കാണ് ദിശ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഈ വ്യത്യാസവും ദ്യൂമയുടെ വിൽപ്പനയെക്കുറിച്ചുള്ള അവരുടെ മുൻ സംഭാഷണവും റിപ്പിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള അവന്റെ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ റിപ്പ് അപ്രതീക്ഷിതമായി പുരാതനവും ജീർണിച്ചതുമായ ഒരു കെട്ടിടത്തിലേക്ക് സംഘത്തെ നയിച്ചു. ശിഥിലാവശിഷ്ടങ്ങൾക്കിടയിൽ അവർ ഒരു ചെറിയ വാൾ കണ്ടെത്തുന്നു. അത് റിപ്പ് പിന്നീട് സാനിന് സമ്മാനിക്കുന്നു. അല്പസമയം കഴിഞ്ഞ് ഒരു ഹെലികോപ്റ്ററിന്റെ ശബ്ദം അടുത്തുവരുന്നത് സംഘം കേട്ടു. സാനിനെയും ദ്യൂമായെയും പെട്ടെന്ന് ഒളിപ്പിക്കാൻ റിപ്പ് സഹായിച്ചു. കുട്ടിയുടെ അമ്മയാണ് തിരച്ചിൽ ആസൂത്രണം ചെയ്തതെന്ന് അവനറിയില്ലായിരുന്നു. മകനെ കണ്ടെത്താനോ അവനെക്കുറിച്ചുള്ള സൂചനകളൊന്നും ലഭിക്കാനോ സാധിക്കാതെ ആ പ്രദേശം മുഴുവൻ വിശദമായി തിരഞ്ഞ ശേഷം ക്രിസ്റ്റൻ ഹെലികോപ്റ്റർ തിരച്ചിൽ നിർത്തിവെക്കുന്നു. അന്ന് രാത്രി വിറകുകൾ പൊട്ടിത്തെറിക്കുന്ന തീയിനു ചുറ്റുമിരുന്ന് ഓടിപ്പോയതിൽ അമ്മയെ വിഷമിപ്പിച്ചതിലൂടെ സാൻ ചെയ്ത പ്രവൃത്തിയുടെ ഗൗരവം അവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് റിപ്പ് ഒരു കഥ പറഞ്ഞു. കുട്ടിയുടെ ചെറിയ വാൾ മിനുക്കിയെടുത്ത് കുന്തമാക്കി മാറ്റുന്നതിനിടയിൽ അവൻ കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. ശേഷം കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖം കരിവരകളായി അവളുടെ മുഖത്ത് പതിഞ്ഞ ഒരു പുരാതന ചീത്തപ്പുലിയുടെ കഥ അവനോട് പറഞ്ഞു. ആ കരിവരകളാണ് എല്ലാ ചീത്തപ്പുലികൾക്കും ഇപ്പോഴുള്ളത്. ആ കഥ സാനിനെ വേട്ടയാടി അതിന്റെ അന്തർലീനമായ അർത്ഥം ഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോൾ അവനെ ഉറങ്ങാൻ സമ്മതിക്കാതെ വിഷമിപ്പിച്ചു. അടുത്ത പ്രഭാതത്തിൽ യാത്രാരംഭിക്കാൻ പാർട്ടി തയ്യാറെടുക്കുമ്പോൾ റിപ്പ് ഒരു വിജനമായ വജ്രഖനി കണ്ടു. മുന്നോട്ട് പോകാനുള്ള സാന്റെ നിർബന്ധം അവഗണിച്ച് റിപ്പ് പര്യവേക്ഷണം ചെയ്യാനും സമ്പത്ത് തേടാനും അകത്തേക്ക് പ്രവേശിച്ചു. തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ സാൻ ഗുഹയുടെ ഉൾഭാഗം തകരുന്നതിന് സാക്ഷ്യം വഹിക്കുന്നു. ഒപ്പം നിസ്സഹായ നിലവിളികളും ഉയരുന്നു. തന്റെ ജോലികൾ ഉപേക്ഷിച്ച് അവൻ അകത്തേക്ക് തിടുക്കത്തിൽ ചെല്ലുന്നു. അവിടെ റിപ്പ് ഒരു കൂറ്റൻ മണൽക്കൂനയിൽ പൂർണ്ണമായി മൂടപ്പെട്ട് കിടക്കുന്നത് കണ്ട് സ്തബ്ധനാകുന്നു. ഈ ശ്രമം പുരോഗമിക്കവേ സാൻ ഒരു ദുഷ്ടചിന്തയുണ്ടായി. റിപ്പിന്റെ തളർന്ന അവസ്ഥ മുതലെടുത്ത് അവരെ തട്ടിക്കൊണ്ടുപോയതിന്റെ ഉദ്ദേശ്യങ്ങൾ കണ്ടെത്താൻ അവൻ തീരുമാനിച്ചു. റിപ്പും സാനും തങ്ങളെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തുമ്പോൾ അവർക്കിടയിൽ ഒരു ശാന്തത വളരുന്നു. ഒരു നിശബ്ദമായ ധാരണ വികസിക്കുകയും ഈ പരീക്ഷണത്തിൽ പരസ്പരം സഹായിക്കാനും പിന്തുണയ്ക്കാനും അവർ വ്യംഗ്യമായി പ്രതിജ്ഞയെടുക്കുകയും ചെയ്യുന്നു. ഇത് അവരുടെ പൊതുവായ അതിജീവനത്തെ ഉറപ്പാക്കുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ദൂരെയായി ഒരു കൂട്ടം ഉള്ളമാനുകൾ മേയുന്നത് അവർ കണ്ടു. സന്ധ്യാഭക്ഷണത്തിനായി ഒന്നിനെ പിടിക്കാനായി വിജർ ഹോനിഗയെ അയച്ചു. ദുമ പിന്തുടരുമ്പോഴും ഭയന്ന ഗസൽ കിലോമീറ്ററുകളോളം ഓടിയ ശേഷം ഒടുവിൽ രക്ഷപ്പെടുന്നു. അത് അവർക്ക് ഭക്ഷണം നൽകാതെ പോകുന്നു. ആഹാരത്തിനായി കാത്തിരിക്കുന്ന ദമ്പതികൾ നിശബ്ദമായി പുൽമേടുകളിലൂടെ നടക്കുന്നു. ഒരു ഡോക്യുമെന്ററി ഫിലിം ക്രൂവിനെയും ആകർഷകമായ വിഭവങ്ങളാൽ നിറഞ്ഞ ഒരു ബുഫയും കണ്ടപ്പോൾ അവരുടെ ആത്മാക്കൾക്ക് ഉണർവ് ലഭിച്ചു. സൃഷ്ടിപരമായ ഒരു പദ്ധതിക്ക് സാൻ രൂപം നൽകുകയും അത് നടപ്പിലാക്കാൻ റിപ്പിനെ നിയമിക്കുകയും ചെയ്യുന്നു. അവർ രഹസ്യമായി സിനിമ സെറ്റിലേക്ക് നീങ്ങി മേശവിരിപ്പിനടിയിലൂടെ വിജയകരമായി ഒളിച്ചു കടന്നു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം സാൻ മേശക്കടിയിൽ നിന്ന് ഇറഞ്ഞു പുറത്തുവന്ന് പാമ്പുകടിയേറ്റതിനെക്കുറിച്ച് സഹായത്തിനായി നിലവിളിക്കുന്നവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവരെ പാമ്പിനെ കാണിക്കുന്നു. ഭയന്നുവിറച്ച് സംഘം സെറ്റ് ഒഴിഞ്ഞു. ഇത് സാനിനും റിപ്പിനും ഭക്ഷണം മോഷ്ടിക്കാൻ അവസരം നൽകി. അവർ അത് വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കി. ദമ്പതികൾ സാധനങ്ങൾ എടുത്ത് അവരുടെ മൃഗങ്ങളെ ഒരു ഇടുങ്ങിയ ബോട്ടിലേക്ക് നയിക്കുന്നു. നദി കടന്ന ശേഷം എല്ലാവരും മോഷ്ടിച്ച രുചികരമായ ഭക്ഷണം ആസ്വദിക്കുന്നു. അതിനുശേഷം സാൻ തന്റെ വിലമതിക്കാനാവാത്ത സഹായത്തിനും അനുകമ്പയ്ക്കും നന്ദി സൂചകമായി റിപ്പിന് തന്റെ പണം മുഴുവൻ ഔദാര്യമായി നൽകുന്നു. കൊക്ക മുറിച്ചുകിടന്നതും ദ്യൂമയ്ക്ക് ചീഞ്ഞളിഞ്ഞ മാംസത്തിന്റെ ഗന്ധം കിട്ടി. അവൻ അതിവേഗം അതിന്റെ അടുത്തേക്ക് കുതിച്ചു. സാനും റിപ്പും തൊട്ടുപിന്നാലെ ഉണ്ടായിരുന്നു. അടുത്ത കുറച്ചു മിനിറ്റുകൾ സംഘം പൂർണ്ണ നിശബ്ദത പാലിച്ചു മുന്നോട്ട് നീങ്ങുന്നു. തുടർന്ന് ചെറിയ നദി കടക്കുന്നു. മിനിറ്റുകൾക്ക് ശേഷം ദ്യൂമ ഒരു ജന്തുശരീരം ഭക്ഷിക്കുന്നത് ഇരുവരും കാണുന്നു. സാനിന്റെ നിരാശയ്ക്ക് കാരണം ദ്യൂം പങ്കുവയ്ക്കുന്നില്ല. ഏതൊരു വന്യമൃഗത്തെയും പോലെ പെരുമാറുന്നു.
ഡ്യൂമയുടെ സഹജമായ സ്വഭാവം സ്വാഭാവികമാണെന്നും ഇത് ക്രമേണ കാടിനോടുള്ള അവന്റെ പൊരുത്തപ്പെടലിന് സഹായിക്കുമെന്നും റിപ്പ് സാനിനോട് സമാധാനിപ്പിച്ച് പറയുന്നു. റിപ്പ് പിന്നീട് സാനിനെയും വളർത്തുമൃഗങ്ങളെയും ഒറ്റപ്പെട്ട ഒരു ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഈ സ്ഥലം ഒരുകാലത്ത് പൂർവികരെ ആരാധിക്കാൻ ഉപയോഗിച്ചിരുന്ന ഇടമാണ്. അവിടെ വെച്ച് തന്റെ മുത്തച്ഛനുമൊത്തുള്ള നല്ല ഓർമ്മകൾ അവൻ പങ്കുവെക്കുന്നു. ഗുഹയുടെ ചെറിയ ഷെഡിനുള്ളിൽ ഒതുങ്ങിക്കൂടി തന്റെ പിതാവിന്റെ മരണത്തിൽ തനിക്കുണ്ടായ ദുഃഖത്തെക്കുറിച്ച് സാൻ റിപ്പിനോട് മനസ്സ് തുറക്കുന്നു. സുഹൃത്തിന്റെ പിന്തുണയിൽ ആശ്വാസം കണ്ടെത്തുന്നു. തുടർന്നു പോകാനും ശുഭാപ്തി വിശ്വാസം നിലനിർത്താനും റിപ്പ് സാനിനെ പ്രേരിപ്പിക്കുന്നു. ഇത് ഒരു പുതിയ തുടക്കം കുറിക്കാൻ പറ്റിയ സമയമാണെന്ന് വാദിക്കുന്നു. ദുമയുടെ വാസസ്ഥലവുമായുള്ള സാമീപ്യം വിശദീകരിക്കുന്നതിനിടയിൽ തന്റെ നീണ്ട അസാന്നിധ്യം മൂലം കുടുംബത്തിന്റെ മാപ്പ് തേടി തെക്കോട്ട് യാത്ര ചെയ്യുമ്പോൾ സാൻ ഉത്കണ്ഠയുള്ള അമ്മയെ സന്ദർശിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഗുഹയിലെ വിശ്രമം കഴിഞ്ഞ് ഉന്മേഷവും ഊർജ്ജവും വീണ്ടെടുത്ത സംഘം യാത്ര തുടരുന്നു. ദൂരെ ഒരു കുന്നിൻ മുകളിൽ ഇപ്പോളിതാ വ്യക്തമായി കാണാവുന്ന തന്റെ ഗ്രാമം റിപ്പ് സാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. കൂട്ടുകാർ പുൽമേടുകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അടുത്തുള്ള രോഗം നിറഞ്ഞ ഈച്ചകളുടെ കൂട്ടം കാരണം റിപ്ഞെത്തുന്നു. എത്രയും വേഗം രക്ഷപ്പെടാൻ സാനോണിനോട് പറയുന്നു. സങ്കടകരമെന്നു പറയട്ടെ, ഈച്ചകൾ അവരെ പൊതിയുന്നു. സ്വന്തം ശരീരമുപയോഗിച്ച് റിപ്പ് ധീരമായി കുട്ടിയെ സംരക്ഷിക്കുന്നു. സ്വന്തമായി രോഗബാധയുണ്ടാകാനുള്ള സാധ്യത പോലും അവഗണിക്കുന്നു. അന്ന് രാത്രി മഴ നനഞ്ഞ പുൽമേടുകളിലൂടെ അവർ യാത്ര ചെയ്യുമ്പോൾ റിപ്പിന്റെ അവസ്ഥ കൂടുതൽ ഗുരുതരമാവുകയും അവനെ തളർത്തുകയും ചെയ്തു. ഡ്യൂമ അസ്വസ്ഥനായി സിംഹങ്ങളുടെ കൂട്ടം അടുത്തുള്ളതായി അവരെയാർ സൂചിപ്പിച്ചു. വേദന ഉണ്ടായിരുന്നിട്ടും ആ ചെറിയ കുട്ടിയെ തീ കത്തിക്കാൻ സഹായിക്കാൻ റിപ്പ് പാടുപെട്ടു. കനത്ത മഴ കാരണം അത് ഏതാണ്ട് പരാജയപ്പെട്ടിരുന്നു. ബലശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഒടുവിൽ അവർ തീ കൊളുത്തുന്നതിൽ വിജയിച്ചു. ഇത് സിംഹങ്ങളെ പിന്തിരിപ്പിക്കാൻ നിർബന്ധിതരാക്കുകയും അവരെ സമയത്തിന് രക്ഷിക്കുകയും ചെയ്തു. ഇപ്പോൾ സുരക്ഷിതരായ ശേഷം സംഘം ശാന്തമായി തീയിനു ചുറ്റുമിരിക്കുന്നു. പക്ഷേ റിപ്പിന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അവൻ അമിതമായി വിയർക്കാൻ തുടങ്ങുന്നു. അവന്റെ മുഖം വീർക്കുന്നു. അവൻ തീവ്രമായ ബലഹീനത തോന്നുന്നു. റിപ്പിനെ ശ്രദ്ധാപൂർവം കിടത്തി മൂടിയ ശേഷം സാൻ ഡ്യൂമയെ ഒരു ചെറിയ കുറ്റിച്ചെടിയിൽ കെട്ടിയിരുന്നു. റിപ്പിന്റെ കൂടെ നിൽക്കാൻ അവനോട് കൽപ്പിക്കുന്നു. തുടർന്ന് സഹായം തേടി കുന്നുകളിലേക്ക് പോകുന്നു. റിപ്പിന്റെ അവസ്ഥയെക്കുറിച്ച് സാൻ ഒരു ഗ്രാമത്തിലെ കാരണവരെ വിശദീകരിക്കുന്നു. തുടർന്ന് അദ്ദേഹം നാട്ടുവൈദ്യനുൾപ്പെടെയുള്ള ഗ്രാമവാസികളെ അവനെ പരിശോധിക്കാൻ വിളിക്കുന്നു. അതേസമയം സമതലങ്ങളിൽ ഡ്യൂമ സാനെ പിന്തുടരാനായി തയ്യാറെടുത്ത് നിൽക്കുന്ന സിംഹങ്ങളെ കാണുന്നു. അവൻ രക്ഷപ്പെട്ട് സിംഹങ്ങളുടെ ശ്രദ്ധ മാറ്റുന്നു. അവയെ സാന്റെ പാതയിൽ നിന്ന് തിരിച്ചുവിടാൻ ഉദ്ദേശിച്ചുള്ള ഒരു ഓട്ടത്തിന് തുടക്കമിടുന്നു. തന്ത്രം കുറ്റമറ്റ രീതിയിൽ വിജയിക്കുന്നു. കൂടാതെ കുറച്ചു മിനിറ്റുകൾ പിന്തുടർന്നതിനു ശേഷം ഡ്യൂമ അവരെ വിജയകരമായി ഒഴിവാക്കുന്നു. തുടർന്ന് ദുമ പുൽമേടുകളിൽ അലഞ്ഞുതിരിയുന്നു. മറ്റ് ചീത്തപ്പുലികളെ കണ്ടെത്താനുള്ള പ്രതീക്ഷയിൽ സഹജമായി ശബ്ദമുണ്ടാക്കുന്നു. ചെറിയൊരു ഇടപഴകലിനു ശേഷം ചീത്തകൾ തമ്മിൽ അടുപ്പം കൂടുകയും രാത്രി മുഴുവൻ കൂട്ടിലിട്ട് ആഹ്ലാദിക്കുകയും ചെയ്തു. കാത്തിരിപ്പിന്റെ ആകാംക്ഷയോടെ ഡ്യൂമ വിളിക്കേറ്റ് എത്തുകയും ജീവിതത്തിലാദ്യമായി സ്വന്തം വർഗത്തിൽപ്പെട്ട മറ്റൊരാളെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. ഗ്രാമീണരുമായി സാൻ റിപ്പിന്റെ അടുത്തേക്ക് തിരിച്ചെത്തുന്നു. അവർ ബോധമില്ലാതെ കിടക്കുന്നയാളെ ശ്രദ്ധാപൂർവം പരിശോധിക്കുകയും പരമ്പരാഗത വൈദ്യം നൽകി സുഖം പ്രാപിക്കാൻ കുന്നിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ദുമയുടെ പെട്ടെന്നുള്ള തിരോധാനം സാനെ അസ്വസ്ഥനാക്കുന്നു. അവൻ റിപ്പിന്റെ കൂടെ തന്നെ ഇരിക്കുന്നു. പിറ്റേന്ന് വൈദ്യൻ എല്ലാ ചൂടുപിടികളും എടുത്തുമാറ്റി രോഗിയുടെ മുഖം സാധാരണ നിലയിലേക്ക് മടങ്ങിവരുന്നത് കണ്ട് പുഞ്ചിരിച്ചു. അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധാപൂർവം പരിശോധിച്ച ശേഷം പഴയ ഗ്രാമീണ ഡോക്ടർ റിപ്പിനെ തിരിച്ചറിയുകയും അവന്റെ തിരിച്ചുവരവ് കാണാൻ കുടുംബത്തെ വിളിക്കുകയും ചെയ്യുന്നു. റിപ്പിന്റെ കുടുംബം തങ്ങളുടെ കാരണവരുടെ അടുത്തേക്ക് തിടുക്കത്തിൽ എത്തുമ്പോൾ അവിടെ ഒരു വൈകാരികമായ ഒത്തുചേരൽ നടക്കുന്നു. സാൻ ഇത് നിശബ്ദമായി നിരീക്ഷിക്കുന്നു. തുടർന്ന് റിപ്പ് സാനെ തന്റെ കുടുംബത്തിന് പരിചയപ്പെടുത്തുന്നു. അവർ ഊഷ്മളവും ഔദ്യോഗികവുമായ സ്വീകരണം നൽകുന്നു. ധൂമയെക്കുറിച്ച് ഉത്കണ്ഠാകുലനായ സാൻ പുൽമേടുകളിലേക്ക് മടങ്ങി അവന്റെ പേര് വിളിച്ചു. അവനൊരു പുതിയ കൂട്ടുകാരനുമായി കളിക്കുന്നത് കണ്ടു. വിസ്മയവും ആകാംക്ഷയും കലർന്ന മനസ്സോടെ ആ ബാലൻ നോക്കി നിൽക്കെ ഡ്യൂമയും കൂട്ടാളിയും ഒരുമിച്ചു ചേർന്ന് ഒരു മാൻപേരയെ പിന്തുടർന്ന് വേട്ടയാടി ആഹാരമാക്കുന്നു. സാൻ കമിഴ്ന്ന് കിടന്ന് തന്റെ ഉറ്റ ചങ്ങാതി മറ്റൊരാളുമായി അടുക്കുന്നത് കാണുമ്പോൾ അവനൊരുപാട് വികാരങ്ങളാൽ മൂടപ്പെടുന്നു. മരിച്ച പിതാവിനെയും അദ്ദേഹം നൽകിയ ഉപദേശങ്ങളെയും ഓർത്ത് അവന്റെ കണ്ണുകൾ നിറയുന്നു. ഭക്ഷണം കഴിഞ്ഞ് ദുമ സാനിന്റെ അടുത്തേക്ക് പോകുന്നു. കൂടാതെ സുഖം പ്രാപിച്ചു വരുന്ന റിപ്പ് സാനിനെ ആശ്വസിപ്പിക്കുന്നതിനു മുൻപ് അവർ ഒരു വൈകാരികമായ യാത്രയപ്പ് നടത്തുന്നു. പീറ്ററിന്റെ മരണത്തിലുള്ള അവളുടെ ദുഃഖത്തിൽ അവളെ ആശ്വസിപ്പിക്കാനും അവളുടെ പക്ഷത്ത് ഉറച്ചുനിൽക്കാനും അവൻ മനസ്സിൽ പ്രതിജ്ഞ ചെയ്തു. കുഞ്ഞിനെ തിരിച്ചെത്തിക്കാനുള്ള സാന്റെ യാത്ര സ്വയം കണ്ടെത്തലിന്റെ ഒരു പരിവർത്തന യാത്രയായി മാറുന്നു. ഒരു ചെറിയ കാലയളവിനുള്ളിൽ നിഷ്കളങ്കനും മടിയനുമായി വീടുവിട്ടിറങ്ങിയ ആൺകുട്ടി രൂപാന്തരം പ്രാപിക്കുകയും വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നേടുകയും തികച്ചും വ്യത്യസ്തനായ ഒരാളായി തിരിച്ചെത്തുകയും ചെയ്യുന്നു. നിരുപാധികമായ സ്നേഹവും പരിപാലനവും ഒരു വ്യക്തിയുടെ ജീവിതരീതികളെ കാര്യമായി സ്വാധീനിക്കും. ഈ കഥയിൽ ഒരു ആൺകുട്ടി ഒരു ചെറിയ കടുവക്കുട്ടിയോടുള്ള സ്നേഹത്തിലൂടെ സ്വയം മാറുകയും നല്ല രീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അത് ഈ സ്വാധീനത്തിന് ഉദാഹരണമാണ്. ഒരു മൃഗത്തോടുള്ള ലളിതമായ വാത്സല്യം പോലും ഇത്ര ആഴത്തിലുള്ള പ്രതിഫലങ്ങളും രോഗശാന്തിയും നൽകുന്നുവെങ്കിൽ പരസ്പരം സാർവത്രികമായ സ്നേഹവും പരിചരണവും നൽകുന്നതിലൂടെ ഉണ്ടാകുന്ന പരിവർത്തന ശക്തി എത്ര വലുതായിരിക്കും എന്ന് സങ്കൽപ്പിക്കൂ.